യെസ്, SSC CGL വേണ്ടി ഒരു ഓൾ കേരള മോക്ക് ടെസ്റ്റ്. ഇതെന്തിനാണ് ഇപ്പോൾ ഒരു ഓൾ കേരള മോക്ക് ടെസ്റ്റ് നടത്തുന്നത്? അങ്ങനെ ഒരു ചോദ്യം ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സ്പെഷ്യൽ ആവുന്നതും. ഇനി ഇന്നലെയാണ് നമ്മളെ ഡേറ്റ് ഒക്കെ വന്നത്, SSC CGL ഡേറ്റ് വന്നത്. 9-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ഒരുപാട് ആളുകൾക്ക് എക്സാം ഉണ്ട്. നമ്മളെ കമന്റ് ബോക്സിലൊക്കെ നമ്മൾ കണ്ടു ഒരുപാട് ആളുകൾക്ക് എക്സാം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേയായിട്ട് തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റുകൾ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എഴുതി ശീലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്ന് അറിയാം. എന്നാൽ പോലും കുറച്ച് ആളുകൾക്ക് മോക്ക് ടെസ്റ്റുകൾ പർച്ചേസ് ചെയ്ത് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഒന്നാമതായിട്ട് ഈ ഒരു മോക്ക് ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്, ഈ മോക്ക് ടെസ്റ്റ് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ എക്സാമിൻ്റെ ഒരു സമയം വരെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഓരോ ദിവസവും ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. ഇനി അതിനെക്കാട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഈ മോക്ക് ടെസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ്. എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന SSCൻ്റെ പരീക്ഷ, CGLൻ്റെ പരീക്ഷ ഏത് പാറ്റേണിലായിരിക്കുമോ അല്ലെങ്കിൽ ഏത് പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് ഇനി വരാൻ പോകുന്ന ഈ മോക്ക് ടെസ്റ്റുകൾ എഴുതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് എഴുതി നിങ്ങൾക്ക് ഒരു അനാലിസിസ് നടത്താൻ വേണ്ടി പറ്റും. ഈ ഒരു പരീക്ഷയ്ക്ക്, പുതിയൊരു പാറ്റേൺ പരീക്ഷയ്ക്ക് ഞാൻ റെഡിയാണോ? പുതിയൊരു പാറ്റേൺ എന്നൊന്നും പറഞ്ഞാൽ പാറ്റേൺ മാറി എന്നൊന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, അവസാനത്തെ CHSL പരീക്ഷയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു അനാലിസിസ്, ഒരു സെൽഫ് അനാലിസിസ് നടത്താനുള്ള ഏറ്റവും ബെസ്റ്റ് അവസരം ഈ ഒരു മോക്ക് ടെസ്റ്റിലുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഓൾ കേരള നടത്താൻ കാരണം വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹം എന്താ? കേരളത്തിൽ ഒരു പോസ്റ്റ് വേണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയില്ല നമ്മൾ കേരളത്തിൽ നമ്മളെ സിറ്റുവേഷൻ, നമ്മളെ സ്ഥാനം എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക് കിട്ടണം, കേരളത്തിലൊരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ, ഇനി അത് കേരളത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ജോലി ആവണമെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നമ്പർ 1 ആയിരിക്കണം. അപ്പോൾ കേരളത്തിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ടോപ്പ് 10-ൽ എത്താൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ടോപ്പ് പെർസെൻറ്റേജിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനും ഈ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് ഇനി CGLൻ്റെ എക്സാം നടക്കുന്ന ആ ഒരു സമയം വരെ നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് എല്ലാ ദിവസവും എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി ഈ മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ലീഡർ ബോർഡ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഏത് റാങ്കിലാണ്. ഇപ്പോൾ കേരളത്തിൽ നടന്ന ഒരു പരീക്ഷയിൽ SSC പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലുള്ള കുട്ടികളിൽ നിങ്ങൾ എത്രാം സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത്തവണ 400ഓളം വേക്കൻസികളാണ് കേരളത്തിൽ മാത്രമായിട്ട് SSC CGLനുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് വൈസ് വേക്കൻസി ഒന്നുമല്ല, പക്ഷെ നമ്മൾ RTA ഒക്കെ വെച്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും 400 വേക്കൻസിക്ക് അടുത്ത് കേരളത്തിലുണ്ട്. അപ്പോൾ ഈ 400 വേക്കൻസിയിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേരളത്തിലൊരു ടോപ്പ് 5%-ലെങ്കിലും മിനിമം എത്തിയിട്ടുണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ കൃത്യമായി മോക്ക് ടെസ്റ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോയെങ്കിലേ പറ്റുള്ളൂ. അത് ഒരു ആത്മവിശ്വാസം കൂടിയാണ്, അല്ലെ? സ്ഥിരമായിട്ടൊരു ടോപ്പ് 10%-ന്റെ മുകളിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ആത്മവിശ്വാസമാണ്. ആ ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റുകയും വേണം. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, എല്ലാ ദിവസങ്ങളിലും അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വൃത്തിയായിട്ട് പഠിക്കുക. പ്രത്യേകിച്ച് മാത്സ്, GK പോലുള്ള ക്വസ്റ്റ്യൻസ്. GK ഒക്കെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള പരീക്ഷകളെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഹെൽപ്പ് ആവും. എന്നിട്ട് അതിന് ചുറ്റുവട്ടത്തുള്ള ഏരിയാസ് ഉണ്ടല്ലോ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയാസും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളെ CGL എക്സാമിന് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും 9-ാം തീയതി 10-ാം തീയതി ഒന്നും എക്സാം തുടങ്ങുന്ന ആൾക്ക് ഒരു ഷിഫ്റ്റ് അനാലിസിസ് ഒന്നും നോക്കിയിട്ടൊന്നും എക്സാമിന് പോകാൻ പറ്റില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഈ ഒരു മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് ഏറ്റവും നന്നായി പഠിച്ച് അനലൈസ് ചെയ്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയതിന് ശേഷം എക്സാം എഴുതാൻ വേണ്ടി പോകാം. അങ്ങനെ എഴുതിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിൽ തന്നെ ജോലി കിട്ടണം, അതാണ് നമ്മൾ ആഗ്രഹം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളും ഏറ്റവും സ്ട്രോങ് ആയിട്ട് തന്നെ ശ്രമിച്ചോളാം. അങ്ങനെ ശ്രമിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. മോക്ക് ടെസ്റ്റിൽ, അതുപോലെ തന്നെ SSCയിലും CGLൻ്റെ എക്സാമിലും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് തന്നെ വാങ്ങാൻ വേണ്ടി കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്.